നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന ഈ അടുത്ത മാസം റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ച് കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം, മോഹൻലാൽ ഫാൻസ് മാത്രമല്ല, മലയാള സിനിമാ പ്രേമികളെല്ലാം തന്നെ ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. അത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായതുകൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വലിയ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവ് ഈ ചിത്രത്തിലൂടെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഏകദേശം മലയാള സിനിമാ പ്രേമികൾ എല്ലാവരും തന്നെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലുള്ള പ്രതീക്ഷയും വളരെയധികം ഉയർന്നിരിക്കുന്നു. മാത്രമല്ല, ഇതിന്റെ ടീസർ എന്ന പേരിൽ ട്രെയിലർ ഇറക്കിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് സിനിമാ പ്രേമികൾക്കെല്ലാം തന്നെ ആ സിനിമയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി ഒരു ശരാശരി അഭിപ്രായം കിട്ടുകയാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടാനും സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ സംഭവങ്ങളെ കുറിച്ചൊന്നുമല്ല. എത്ര കളക്ഷൻ കിട്ടിയാലും ഈ സിനിമ ഒരു സാമ്പത്തിക ലാഭമായി മാറുമോ? അതാണ് നമ്മൾ ഇന്നത്തെ ഒരു ചോദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വിഷയമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത്, ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഏകദേശം ആ കാലഘട്ടത്തിൽ 45 കോടിയോളം രൂപ മുടക്കി പിടിച്ച ഒരു ചിത്രമാണ്. അത്രയും പൈസ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിൽ അത് തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു കാര്യം 100-ൽ 110% ഉറപ്പാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസർ സുരേഷ് കുമാർ പുറത്തുവിട്ട വാർത്താ സമ്മേളനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും മനസ്സിലാവാത്ത പച്ചക്കിഴങ്ങന്മാർക്ക് അവരുടേതായിട്ടുള്ള മൂഢസ്വർഗത്തിൽ വളരെയധികം ഹാപ്പിയായിട്ട് ജീവിക്കാവുന്നതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലൊക്കെ പറയുമ്പോൾ ഓടി വന്ന് അവരെ തെറി വിളിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇത് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്നവർക്കല്ലാത്ത ആളുകൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കാലങ്ങളായിട്ട് പറയുന്ന ഒരു സംഭവമാണ്, 100 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 30-35 രൂപ മാത്രമേ പ്രൊഡ്യൂസർക്കായിട്ട് കിട്ടുകയുള്ളൂ. മാത്രവുമല്ല, അത് ഓരോ ആഴ്ച കഴിയുമ്പോഴും ആ വരുന്ന പൈസയുടെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത്. കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, 100 കോടി ബോക്സ് ഓഫീസ് കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശരാശരി 27 കോടി രൂപ മാത്രമേ പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് പോകുന്നത് 30 കോടി രൂപയാണ് എന്നുള്ളത്. ഈ ടാക്സിന്റെ കഥയൊക്കെ ഞാൻ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 30% ടാക്സ് പോകും, 50 പിന്നീട് വരുന്ന എമൗണ്ട് ആണ് നെറ്റ് കണക്ക് എന്ന് പറയുന്നത്. ആ നെറ്റ് കണക്കിൽ തന്നെ ആദ്യ ആഴ്ച 50% തിയേറ്ററുകാർ കൊണ്ടുപോകും, പിന്നത്തെ ആഴ്ച 60 കൊണ്ടുപോകും, പിന്നീട് 70-80. ഓരോ ആഴ്ച കഴിയും തോറും തിയേറ്ററുകാർക്കാണ് കൂടുതൽ കളക്ഷൻ കിട്ടുന്നത്. പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അത് കണക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ 45 കോടിയോളം മുടക്കി പടം പിടിച്ചു എന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ആ സിനിമയ്ക്ക് ഒരു വലിയ ഭാഗ്യം സംഭവിച്ചിരുന്നു. OTT നല്ല എമൗണ്ടിന്, അന്ന് ഏതാണ്ട് 15-17 കോടി രൂപയ്ക്ക് ആ ചിത്രം എടുത്തുകൊണ്ടുപോയി. അത് അന്ന് വരെ മലയാള സിനിമയ്ക്ക് ഉണ്ടാവാതിരുന്ന ഒരു മാർക്കറ്റായിരുന്നു OTT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 15 കോടിയോളം കുറവ് വന്നു എന്ന് പറയുമ്പോൾ, ബഡ്ജറ്റിൽ അത്രയും ലാഭം പിടിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ, പിന്നീട് സിനിമയുടെ ബഡ്ജറ്റ് തന്നെ 30 കോടിയിലേക്ക് താഴ്ന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചാനൽ റൈറ്റ്സ് കൂടി കൊടുക്കുമ്പോൾ നല്ല ഒരു എമൗണ്ട് അവിടെ നിന്നും കിട്ടുന്നുണ്ട്. പിന്നീട് ഉണ്ടാക്കാവുന്ന എമൗണ്ട് തിയേറ്ററിൽ നിന്ന് പിടിക്കുകയും ചെയ്തു. അങ്ങനെ ആ സിനിമ ജസ്റ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ പറയാൻ പറ്റുക. ആരാധകരെ സംബന്ധിച്ച് 100 കോടി, 125 കോടി, 150 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷിക്കാമെന്നല്ലാതെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരു ആശ്വാസമായിട്ട് ഒരു ദീർഘനിശ്വാസം വിടാം, അത്രയും മാത്രമായിരിക്കും ആ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ടാവുക. പിന്നെ ആശീർവാദം ആയതുകൊണ്ട് മോഹൻലാലിന്റെ ഒരു സിനിമ അത് സാമ്പത്തികമായിട്ട് നഷ്ടപ്പെടാതെ പോയി. മാത്രവുമല്ല, വലിയ പേരും പ്രശസ്തിയും നേടിക്കൊടുത്തു. അതായിരിക്കും അവർക്ക് കിട്ടിയ ഒരു പ്രോഫിറ്റ് ആയിട്ട് ആ സിനിമയിൽ പറയാനുണ്ടാവുക. എന്നാൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്, സുരേഷ് കുമാറിന്റെ തന്നെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് കേട്ട ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, 141 കോടി രൂപ ഇതുവരെ ആ സിനിമയ്ക്ക് ആയിട്ടുണ്ട് എന്ന് ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. 141 കോടി രൂപ ആ സിനിമയ്ക്ക് ഇതുവരെ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും പൃഥ്വിരാജോ മോഹൻലാലോ ഇതിനകത്ത് പ്രതിഫലം മേടിച്ചിട്ടില്ല. മീൻസ് അവരുടെ പ്രതിഫലം ആഡ് ചെയ്യാതെയാണ് ഈ 141 കോടി രൂപ എന്നുള്ളതും കൂടി ഓർക്കുക. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ ഈ ഇത്രയും വലിയ ഒരു ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് ഇറക്കുന്നത് കൊണ്ട് തന്നെ പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങാനുള്ള സാധ്യത കുറവാണ്. ഇനി പടം ഇറങ്ങി ഹിറ്റായി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു BMW പ്രൊഡ്യൂസർ ഇങ്ങേർക്ക് സമ്മാനമായി കൊടുത്തു എന്നൊക്കെ ഉള്ളൊരു ചിലപ്പോൾ ഒരു വാർത്ത കേൾക്കാം പടം ഹിറ്റായി കഴിഞ്ഞാൽ.
പക്ഷെ ഇവരുടെ പ്രതിഫലമില്ലാതെ തന്നെ 141 കോടി രൂപയായി എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് ഇനിയും ആ പടം റിലീസ് ചെയ്യാനായിട്ടുള്ള സമയങ്ങളുണ്ട്. ആ സമയത്തിനുള്ളിൽ ബാക്കി നടക്കുന്ന പരിപാടികളും അതിന്റെ പ്രൊമോഷൻ വർക്കുകൾ നല്ല കാര്യമായിട്ട് തന്നെ നടത്തും, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നടത്തും. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോൾ ഏകദേശം 150 കോടിക്ക് മുകളിൽ ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് വരുമെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ആ ഒരു കണക്ക് വച്ചിട്ട് ഈ 150 കോടി രൂപ മുടക്കുമുതലുള്ള ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 450 കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ ഓടണം. മറ്റുള്ളവർക്ക് ഓടിയിട്ട് കാര്യമില്ല. കാരണം അവിടെയൊക്കെ ഓടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഷെയർ എന്ന് പറഞ്ഞാൽ 5% 10% ആയിരിക്കും അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ടുപോകും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള അവിടുത്തെ കണക്കുകളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നല്ല രീതിയിലുള്ള എമൗണ്ട് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഒരു 5 രൂപ 10 രൂപയൊക്കെ കിട്ടിയെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിലും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു എമൗണ്ടിന് വിൽക്കാൻ സാധിച്ചാൽ നല്ല രീതിയിൽ തന്നെ മോഹൻലാൽ സിനിമകൾക്ക് അവിടെ കളക്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറെ മമ്മൂട്ടി ആരാധകർ താഴെ വന്നിട്ട് ലഹള ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഗൾഫിൽ GCC കൺട്രീസിൽ മമ്മൂട്ടിക്ക് തൊടാൻ പറ്റാത്ത റേഞ്ചിൽ തന്നെയാണ് മോഹൻലാലിന്റെ മാർക്കറ്റ് നിൽക്കുന്നത്. അത് ഇപ്പോൾ നിങ്ങൾ എത്രയൊക്കെ ലഹള ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. മോഹൻലാലിന്റെ ഒരു പടം ശരാശരി അഭിപ്രായം കിട്ടിയാൽ പോലും വലിയ കളക്ഷൻസ് അവിടെ നേടിയെടുക്കാൻ സാധിക്കും. ആ ഒരു കളക്ഷന്റെ പകുതി പോലും മമ്മൂട്ടി സിനിമകൾക്ക് എത്തുന്നില്ല. സത്യം പറഞ്ഞാൽ വേറെ ആർക്കും അത്രയും വലിയ മാർക്കറ്റ് GCCയിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ പോസിറ്റീവായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ റൈറ്റ്സ് പൂർണ്ണമായിട്ടും ഗൾഫിലെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് അവർ കൊടുക്കുമെന്ന്. അവിടെ ഷെയർ അടിസ്ഥാനത്തിലായിരിക്കാം ആശീർവാദ് അവിടെ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഒന്നും ഇതിന് ഈ പറഞ്ഞ മാതിരിയുള്ള മുടക്കുമുതൽ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക ഇതിനകത്ത് കൈ കടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 141 കോടി രൂപ എന്ന് പറയുന്നതിന്റെ ഏകദേശം 140 കോടിയും ലൈക്കയുടെ കയ്യിൽ നിന്നാവാനാണ് സാധ്യത. എന്ത് തന്നെയായാലും അത് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷസന്റെ ഒരു ബുദ്ധിയായിട്ട് തന്നെ കണക്ക് കൂട്ടാം. ലൈക്ക ഒരു മലയാളത്തിലെ ഒരു പരീക്ഷണമായിട്ടായിരിക്കും ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നതും. എന്ത് തന്നെയായാലും ഇവർ രണ്ടുപേരും കൂടി ആണെങ്കിൽ പോലും ഇത്രയും പൈസ മുടക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആകെയുള്ള ഒരു ഗുണം ലൂസിഫറിൽ കിട്ടിയത് പോലുള്ള ഒരു ചാൻസ് ഒരു പക്ഷെ ഈ സിനിമയ്ക്ക് കിട്ടിയേക്കാം. അത് വേറെയൊന്നുമല്ല, ലൈക്ക ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഈ സിനിമയുടെ OTT റൈറ്റ്സ് നല്ല രീതിയിൽ എടുത്തു പോവാനുള്ള സാധ്യതയുണ്ട്. അത് മോഹൻലാൽ സിനിമയായതുകൊണ്ടോ ലൂസിഫറിന്റെ 2ാം ഭാഗമായതുകൊണ്ടോ എമ്പുരാൻ ആയതുകൊണ്ടോ ഒന്നുമല്ല. ലൈക്ക എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ വരാനിരിക്കുന്ന സിനിമകളുടെ മാർക്കറ്റ് കൂടി ഇതിനകത്ത് ഒരു വലിയ ഘടകമായിട്ട് മാറും. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, മറ്റ് സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ച് തമിഴ്നാട് സ്റ്റേറ്റുകളിലേക്ക് ഈ സിനിമയുടെ റിലീസിംഗുമായി ബേസ് ചെയ്തിട്ടും ഇത് വലിയ ഗുണം ചെയ്യും. കാരണം നീ എന്റെ ഈ പടം എടുത്തില്ലെങ്കിൽ എന്റെ അടുത്ത പടം നിനക്ക് തരില്ല എന്ന് പറയാൻ അധികാരമുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ലൈക്ക. അവരുടേതായിട്ട് വരാനിരിക്കുന്ന സിനിമകൾ എന്ന് പറയുന്ന രജനികാന്തിനെ പോലുള്ള വമ്പന്മാരുടെ സിനിമകളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഏകദേശം ഒരു നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമ കണ്ടിട്ട് ഞങ്ങൾ ഇത് എടുക്കുന്നില്ല എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അടുത്ത ഓപ്ഷൻ വയ്ക്കാം. രജനികാന്തിന്റെ പടം നിങ്ങൾക്ക് തരുന്നില്ല, ഞങ്ങൾ അത് ആമസോണിന് കൊടുക്കും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ പടം കൊത്തിക്കൊണ്ടുപോകാൻ ആയിരക്കണക്കിന് ആളുകൾ അവിടെ കാത്തിരിക്കുകയാണെന്ന് ഓർക്കുക. അങ്ങനെ ഒരു ഡിമാൻഡ് വയ്ക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇവരുടെ പിന്നിലുള്ളത് കൊണ്ട് തന്നെ OTTയുടെയും സാറ്റലൈറ്റിന്റെയും കാര്യത്തിൽ നല്ല ഒരു തിരിച്ചുവരവ് എന്ന് വെച്ചാൽ തിരിച്ചു പിടിക്കൽ സാധ്യമാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും പിന്നെയും എത്രയോ കോടികൾ കിടക്കുന്നു. ഇതെല്ലാം തിയേറ്ററിൽ നിന്ന് ഓടിക്കിട്ടുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇനി ആരാധകരെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നീ ഇതിനെക്കുറിച്ച് ബേജാറാവണ്ട, അത് പ്രൊഡ്യൂസർ തീരുമാനിച്ചോളും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഡയലോഗടിയൊക്കെ കേൾക്കാൻ സാധിക്കും. ഇനി ഈ സിനിമയുടെ കളക്ഷൻ പുറത്തു വരുന്ന സമയത്ത് 200 കോടി അല്ലെങ്കിൽ 250 കോടിയൊക്കെ ആയി എന്നുള്ളൊരു വാർത്ത വരികയാണ് എന്നുണ്ടെങ്കിലും ഇതേ ഫാൻസുകാർ തന്നെ വന്നിട്ട് തുള്ളിച്ചാടാൻ തുടങ്ങും. കാരണം 150 കോടിയെ മുടക്കുമുതലുള്ളൂ, 250 കോടി കിട്ടി, 100 കോടി ലാഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗമുണ്ടല്ലോ, ഒരു കിഴങ്ങുമായി ബേസ് ചെയ്തിട്ടൊരു പേര് മറന്നുപോയി. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വീണ്ടും വന്ന് തുള്ളിക്കൊണ്ടിരിക്കും. 250 കോടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത് ഒരു 50 കോടിയാണ്, ബാക്കിയുള്ള 100 കോടി വെള്ളത്തിൽ പോകും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി ഈ ഇത്രയും വലിയ ബഡ്ജറ്റിൽ മലയാളത്തിൽ പിടിക്കുമ്പോൾ സാധ്യമാകാനുള്ള സാധ്യത കൂടുതലാണ്.
മലയാളത്തിലെ ശാശ്വതമായിട്ടുള്ള ബഡ്ജറ്റ് എത്രയാണ്? ഇന്നത്തെ നിലവിലെ അവസ്ഥ വെച്ചിട്ട് ഒരു മലയാള സിനിമയ്ക്ക് ശരാശരി നമുക്ക് ചെയ്യാവുന്ന ഒരു ബഡ്ജറ്റ്, അതായത് കൈ പൊള്ളൂല എന്ന് ഉറപ്പുള്ള ബഡ്ജറ്റ് 5 കോടിക്ക് താഴെയാണ്. പക്ഷെ 5 കോടിക്ക് താഴെ ഒരു നടന്റെയും ഡേറ്റ് വെച്ചിട്ട് നമുക്ക് പടം ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളിപ്പോ ഈ പറഞ്ഞ അർജുൻ അശോകൻ പോലെയുള്ള 1-2 ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ട് കുറെ സിനിമകൾ വരുന്നതിന്റെ കാരണം തന്നെ അതിന്റെ എല്ലാം ബഡ്ജറ്റ് ഏകദേശം ഈ 5 കോടി ലെവലിൽ നിൽക്കുമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നിന്നാൽ പോലും ഇവരുടെയൊക്കെ ഒരു താരമൂല്യം വെച്ചിട്ട് ഈ 5 കോടിക്ക് 15 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പിടിച്ചു കിട്ടണം. അതിനുള്ള സാധ്യതയും ഇല്ല എന്നുള്ളത് കണക്ക് കൂട്ടുക. അപ്പോൾ ഒരു അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആസിഫ് അലിയെ പോലുള്ള ഒരു സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ബിജു മേനോനെ പോലുള്ള സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനെ വെച്ചിട്ട് പടം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ബഡ്ജറ്റ് 10 കോടിക്ക് മുകളിലോ അല്ലെങ്കിൽ 10 കോടി രൂപ റേഞ്ചിലോ വന്ന് നിൽക്കും. ആ 10 കോടി തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് തിരിച്ചു പിടിക്കാനുള്ള സ്റ്റാർ വാല്യൂ ഈ നടന്മാർക്കുണ്ട്. അവരുടെ പടത്തിന് ഒരു ശരാശരി അഭിപ്രായം കിട്ടിയാലും ഒരുപക്ഷെ ഈ ഒരു എമൗണ്ട് തിരിച്ചു പിടിക്കാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ശാശ്വതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ 10 കോടിക്ക് താഴെയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതും ആർട്ടിസ്റ്റ് വാല്യൂവിന്റെ വാല്യൂ കൂടി നോക്കിയതിന് ശേഷം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുവരെ കണ്ടവർക്ക് ലൈക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് തെറി വിളിക്കാം. നന്ദി, നമസ്കാരം.